ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ ഇറാനിലേക്ക് കടത്താൻ പാകിസ്ഥാൻ ഇടനിലക്കാരനാകുന്നുവെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് പാക് സൈന്യം. ചൈനയുമായി നയപരമായ അടുപ്പം തുടരുമ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾക്കിടയിലാണ് പുതിയ വിവാദം. ഇറാനും യുഎസിനും ഇടയിലെ പാലമാണ് തങ്ങളെന്ന നിലപാടാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി ഉയർത്തിക്കാട്ടുന്നത്. ചൈനയിൽ നിർമ്മിച്ച 400-ലധികം ഷോൾഡർ ഫയർഡ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് എത്തിക്കുന്നുവെന്ന വാർത്തകളോട് പാക് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ISPR രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇത്തരത്തിലുള്ള എല്ലാ ഊഹാപോഹങ്ങളും അടിസ്ഥാനരഹിതവും വാസ്തവ വിരുദ്ധവുമാണ്. ഇത്തരം പ്രചാരണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് ISPR വ്യക്തമാക്കി. തുർക്കിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് അസർബൈജാൻ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇറാനിലേക്ക് ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ആദ്യ കയറ്റുമതി ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ എത്തുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക വിശദീകരണം പുറത്തുവന്നത്. പടിഞ്ഞാറൻ ചൈനയിലെ ഉറുംഖിയിൽ നിന്നും പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിക്കാനാണ് പദ്ധതി എന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇത് വ്യോമമാർഗമാണോ കരമാർഗമാണോ എന്ന് വ്യക്തമായിരുന്നില്ല. അമേരിക്കയുടെ ആയുധശേഖരം കുറഞ്ഞുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ സംഭവം പുറത്തുവന്നത്. അതേസമയം തോളിൽ വെച്ച് തൊടുക്കാവുന്ന ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകൾ അടുത്ത ആഴ്ചകളിൽ തന്നെ ഇറാനിൽ എത്തുമെന്നാണ് വിവരം. ഏകദേശം 60 മുതൽ 70 മില്യൺ ഡോളർ വരെ വിലമതിക്കുന്നതാണ് ഈ സൈനിക കരാറെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. QW-12 FN-16 എന്നീ ചൈനീസ് ആയുധങ്ങളാണ് വാങ്ങുന്നത്. 300 മുതൽ 400 വരെ തോളിൽ വെച്ച് തൊടുക്കാവുന്ന മിസൈൽ ലോഞ്ചറുകളാണ് ആദ്യഘട്ടത്തിൽ ഇറാൻ വാങ്ങുന്നത് എന്നാണ് വിവരം. യുഎസും ഇസ്രായേലും ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ സുരക്ഷയിൽ വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഇറാൻ ശ്രമിക്കുന്നത്. ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഷോങ്കിങ് ബാഷാങ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനിയാണ് ചൈനയ്ക്കും ഇറാനും തമ്മിലുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇറാനിലേക്ക് ചൈന ആയുധങ്ങൾ വിതരണം ചെയ്തെന്ന വാർത്തകൾ ശരിയാണെങ്കിൽ താൻ വളരെ നിരാശനാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ചൈന ഇറാനിലേക്ക് ആയുധങ്ങൾ നൽകില്ല എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് തനിക്ക് വ്യക്തിപരമായി ഉറപ്പ് നൽകിയിരുന്നതായും ട്രംപ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ആഴ്ചയും ഇറാനിലേക്ക് ആയുധങ്ങൾ നൽകുന്നതിനെതിരെ ചൈനയ്ക്കും റഷ്യയ്ക്കും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ നിലവിലെ ഇരു രാജ്യങ്ങളും തെഹ്റാന് സൈനിക സഹായം നൽകുന്നില്ലെന്ന ഷി ജിൻപിങ്ങിന്റെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും ഉറപ്പുകൾ താൻ വിശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമീപകാലത്ത് US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് ശേഷം റഷ്യൻ ചൈനീസ് രഹസ്യാന്വേഷണ ഏജൻസികൾ ആക്രമണത്തിനുള്ള വിവരങ്ങൾ നൽകി തെഹ്റാനെ സഹായിച്ചിട്ടുണ്ടോ എന്ന് വാഷിംഗ്ടൺ അന്വേഷിച്ചു വരികയാണ്. ഇതിനിടെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ബീജിംഗിൽ ഷി ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചും ട്രംപ് അനുസ്മരിച്ചു. ഏത് സാഹചര്യത്തിലും ചൈന ഇറാനിലേക്ക് ആയുധങ്ങൾ നൽകില്ലെന്ന് ചൈനീസ് നേതാവ് തനിക്ക് വ്യക്തമായ ഉറപ്പ് നൽകിയതായും തങ്ങളുടെ ബന്ധം പരിഗണിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു എന്നും ട്രംപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.